ഹലോ മൈ ഡിയർ ലവ്സ്, എല്ലാവർക്കും 333 എംപ്രസ് ഓഫ് ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വാലിഡ് ആകുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ്, അതായത് നിങ്ങൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് വിഭാഗക്കാർക്കും കാണാവുന്ന റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ വിട്ടേക്കുക. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും എനർജിയുമായിട്ടും കണക്ട് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും. സോ ആക്യുറസി 100% ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടാൽ കൂടുതൽ ആക്യുറസി വരുന്ന റീഡിങ്ങുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഡിയേഴ്സ്, അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള മനോഭാവം, ഇപ്പോഴത്തെ അവരുടെ മനോഭാവം എന്താണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിംഗ് ഞാൻ പ്രാർത്ഥിച്ചു ഷഫിൾ ചെയ്ത് കാർഡ്സൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഒരു എനർജി ആദ്യം തന്നെ കിട്ടിയത് നിങ്ങൾ തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പം കുറച്ച് മോശമായിട്ടിരിക്കുകയാണ്. മോശം മീൻസ് നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ, നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് സിറ്റുവേഷനിലിരിക്കുകയാണ്. സംസാരിക്കുന്നതൊക്കെ തീരെ കുറവായിട്ട്, ഒരു മാനസികമായിട്ടുള്ള ഒരു ഐക്യം നിങ്ങൾ തമ്മിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന എനർജി അങ്ങനെയാണ്. സോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനായിട്ട് ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ചെറിയ ആർഗ്യുമെൻറ്റ്സ്, ചെറിയ വഴക്കുകൾ അല്ലെങ്കിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ സംസാരത്തിലൂടെയൊക്കെ വന്നതിലൂടെയും, പിന്നെ രണ്ടുപേരും തമ്മിൽ കുറച്ച് വഴക്കുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് കാരണമാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നത്, ആ ഒരു ലെസ് കോണ്ടാക്റ്റ് വന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സംസാരം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിൽ വരാൻ തന്നെ കാരണം നിങ്ങളുടെ ഈ അഭിപ്രായ വ്യത്യാസമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണമെന്ന് നോക്കുമ്പോൾ കാണുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എടുക്കാൻ നിന്നു. നിങ്ങൾ ആരോ ഒരു പേഴ്സൺ, നിങ്ങളുടെ ഇതിൽ കൂടുതലും വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വ്യക്തി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കാൻ നിന്നു. അതല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രതി, അവരെക്കുറിച്ച് സംസാരിച്ച് നിങ്ങൾക്കിടയിലൊരു സംസാരം വന്നു. അതുപോലെ തന്നെ ഇത് പലരുടെയും ആ ഒരു വ്യക്തിയുടെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ ആരുടെയെങ്കിലും ഇടപെടലുകൾ നടന്നു. അങ്ങനെയും ഒരു സംസാരം നടക്കുന്നതായും, അല്ലെങ്കിൽ അവരെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളും അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക്, നിങ്ങളുടെ ബന്ധത്തിലേക്ക് നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ സംസാരിക്കുകയും അത് കൊണ്ടുവരാൻ നോക്കുകയൊക്കെ ചെയ്യുകയോ, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെയാണ് ഇങ്ങനെയൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയൊരു ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മാനസികമായിട്ടും ഒക്കെ ഒരു സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാത്തൊരവസ്ഥ, ആ വ്യക്തി നിങ്ങളിൽ നിന്ന് സൈലൻ്റായിട്ട് മാറി നിൽക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു റൂഫിന് താഴെയാണ്, ഒരു വീട്ടിൽ തന്നെയുള്ള വ്യക്തികളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് കാണുന്നത് നിങ്ങളൊരു ഭാര്യ ഭർത്തൃ ബന്ധത്തിലിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ഒരു വീട്ടിൽ തന്നെയാണ് താമസമെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു മാനസിക ഐക്യം കുറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, ലവേഴ്സായിട്ടുള്ള ആൾക്കാർ, ഇവർക്കിടയിലൊക്കെ ഇപ്പോൾ കാണുന്ന ഈ ഒരു എനർജിയാണ് വന്നേക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സോ ഇതിനകത്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ വ്യക്തിയെ
ഓർത്ത് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ ഊണിലും ഉറക്കത്തിലും എപ്പോഴും നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്നെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായി, അതെന്തിനു വേണ്ടി ഉണ്ടായി, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഓർത്ത്, ആ ഒരു വ്യക്തിയെ ഓർത്ത്, ആ ഒരു വ്യക്തി നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് ഓർത്ത്, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതോർത്ത് ഒക്കെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്ത്, നിങ്ങൾ എന്ത് ജോലിയിലാണോ പ്രവൃത്തിയിലാണോ അതിനകത്തൊന്നും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നിങ്ങൾ പഠിക്കുന്ന കാര്യം, സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ഒരു പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ എഴുന്നേറ്റിരുന്ന് വിഷമിച്ച് കരയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പോകുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് നോക്കാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ്. ഇതൊക്കെയാണ് സിറ്റുവേഷനെങ്കിലും ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് നോക്കുമ്പോൾ ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്, ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനും അനുസരിച്ച് ആ വ്യക്തി ഇപ്പോൾ വളരെ സൈലൻ്റായിട്ട് നിങ്ങളിൽ നിന്നൊരു ഒന്ന് ഫ്രീ ആകണമെന്ന് ആൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ആ ഫ്രീ ആകുന്നത് ആ ഒരു വ്യക്തി ഇപ്പം ഹീൽ ചെയ്യുന്ന ഒരു ടൈമിലൂടെ, ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വാക്തർക്കങ്ങളുണ്ടായി. ആ ഒരു വാക്തർക്കങ്ങളിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കാര്യങ്ങൾ അവർക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷമം അവർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാഹചര്യം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, കൂടുതൽ സങ്കീർണമാക്കണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് ചെറിയൊരു ആശ്വാസത്തിനായിട്ടൊന്ന് മാനസികമായിട്ടൊന്ന് അകൽച്ച കാണിക്കുന്നതായിട്ടാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിപ്പം റെസ്റ്റ് എടുക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്. ആ ഒരു നിങ്ങൾ സംസാരിച്ച കാര്യം അവരിപ്പോൾ അവരുടെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇപ്പം എന്ന് പറയുന്നത്, അവരിപ്പം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അവർ ആ ഒരു സമയത്ത് അവർ സ്വയം ഹീൽ ചെയ്യുന്നു. അവർ ആ ഒരു കാര്യത്തെക്കുറിച്ച്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നു. എന്താണ്, എവിടെയാണ് തെറ്റിയത്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഓർക്കുന്നു. അതിനെ ഓർത്ത് അവരും അവരുടെ ആ ഒരു മുറിവ് ഉണങ്ങാൻ വേണ്ടി അവർ, ഇപ്പോൾ നമുക്കൊരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ മുറിവിന് മരുന്ന് ചെയ്ത് ഉണങ്ങി വരാനായിട്ട് നമ്മളത് കാത്തിരിക്കും അല്ലേ. അതുപോലെയാണ് ഈ ഒരു വ്യക്തിയും ഇപ്പോൾ ചെയ്യുന്നത്. ആ ഒരു മനസ്സിൻ്റെ മുറിവ് ഉണക്കാനായിട്ട്, നിങ്ങളുടെ 2 പേരുടെയും മനസ്സിലെ മുറിവ് ഉണക്കാനായിട്ടൊരു സൈലൻ്റായിട്ടിരിക്കുന്നു എന്നതാണ് കാണുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ആ ഒരു വ്യക്തി ഇപ്പോഴും ആ ഒരു ഹീലിങ്ങിലൂടെ പോവുകയാണ്. അന്നേരം നിങ്ങൾ അതിനുള്ള ടൈം കൊടുക്കൂ. കാരണം ആ ഒരു വ്യക്തിയുടെ ലൈഫിൻ്റെയും നിങ്ങളുടെയും ലൈഫിലേക്ക് ഇപ്പോഴും പുറത്ത് നിന്നുള്ള ആൾക്കാർ, അതായത് നിങ്ങളുടെ ബന്ധത്തിന് പുറത്ത് നിന്ന്, അതായത് നിങ്ങളുടെ ഫാമിലിയിലോ മുന്നേ പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ആരാണോ അവർ, 1-2 വ്യക്തികളുടെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഒരു എത്തിനോട്ടം, 1-2 വ്യക്തികളുടെ ഒരു എത്തിനോട്ടം നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. അവർ ക്യൂരിയസ് ആണ് നിങ്ങൾ തമ്മിലുള്ള വീണ്ടും നിങ്ങൾ റീയൂണിയനായോ, നിങ്ങൾ തമ്മിൽ ഒത്തുചേർന്നോ, നിങ്ങൾ മാനസികമായിട്ടുള്ള ഒരു ഐക്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നോ എന്നൊക്കെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ നോക്കുന്നുണ്ട്. നിങ്ങളറിയാതെ തന്നെ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു എനർജിയും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ 2 പേരും ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പം ആൾ ഫുൾ എന്തായാലും ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ, അല്ലെങ്കിൽ ആ ഒരു മുറിവുണക്കാൻ വേണ്ടിയുള്ള ശ്രമം ആളുടെ ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞു. ആൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ടെമ്പറൻസ് എനർജി കാണിക്കുന്നത്, നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ബാലൻസ്ഡ് എത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്നത്, നിങ്ങൾ 2 പേരും ആ ഒരു സെൽഫ് ഹീലിങ്ങിൻ്റെ സമയമാണ്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് നിങ്ങളുടെ ഇമോഷണൽ ലെവലിലും ഇമോഷണലായിട്ടും എല്ലാ രീതിയിലും നിങ്ങൾ ബാലൻസ്ഡ് ആവുക. നിങ്ങളൊരു നല്ലൊരു ഇമോഷണൽ ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചു വരിക. അതിനുവേണ്ടി നിങ്ങൾ ഹീൽ ചെയ്യുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞ്, അതൊക്കെ ക്ഷമിച്ച് ഫൊർഗീവ് ചെയ്ത്, അവരോടും ഫൊർഗീവ് ചെയ്യുക. നിങ്ങൾ സ്വയം സെൽഫായിട്ട് ഫൊർഗീവ് ചെയ്ത് ക്ഷമിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക.
അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഒരു ബാലൻസിലേക്ക് എത്തേണ്ട സമയമാണ്. അപ്പോൾ ആ ഒരു ബാലൻസിലൂടെ കടന്നു പോകാൻ വേണ്ടി രണ്ടുപേരുടെയും ആ ഒരു ബാലൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ടൈമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഇത് കാണുന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾ ആ വ്യക്തിയെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ രണ്ടുപേരും സെൽഫ് ഹീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത്, ഇപ്പോൾ അവരുടെ ഒരു ചിന്ത പോകുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് പറയുന്നത് അതാണ്. അവർ നിങ്ങളെ കാണുന്നത് അവരുടെ ഒരു പാഷൻ. പേജ് ഓഫ് വോൺസ് എനർജി കാണിക്കുന്നത് അവർ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ റെസ്റ്റ് എടുക്കുന്നു, അവർ ഈ വഴക്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുന്നു, നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. അതല്ലെങ്കിൽ തന്നെ മാനസികമായിട്ട് നിങ്ങളിൽ നിന്നൊരു അകലം കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിൽ തന്നെയാണ് അവരുടെ പ്രതീക്ഷ മുഴുവൻ. നിങ്ങളാണ് അവരുടെ എല്ലാം പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട്, ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ തന്നെയാണ് അവർ കാണുന്നത്. അപ്പം അവരുടെ ഒരു പാഷൻ, അവർ വളരെ പാഷനേറ്റായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ഉയർച്ചയ്ക്കും എല്ലാ ഗ്രോത്തിനും എല്ലാ സക്സസ്സിനും ഒക്കെ ഉള്ള ഒരു അടിത്തറയായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. അതുപോലെ തന്നെ അവർ നിങ്ങളെ നോക്കിക്കാണുന്നത് ഒരു ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ എനർജി ആയിട്ടാണ്. അതായത് വളരെ നിങ്ങളൊരു മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും, ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നിങ്ങളെ അവർ നോക്കിക്കാണുന്നത് ഒരു ക്യൂൻ ഓഫ് പെൻറ്റക്കിൾ എനർജി ആയിട്ടാണ്. അതായത് വളരെ അബൻഡൻസ് ഉള്ള, അതായത് സ്വഭാവത്തിലും മറ്റ് പുറമേ എല്ലാ കാര്യങ്ങളിലും നിങ്ങളിൽ വളരെ ക്വാളിറ്റി നിറഞ്ഞ, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്ന, മറ്റുള്ളവർക്കും നന്മ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിനുള്ള ഉടമയായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത്. അപ്പോൾ അവരിപ്പോൾ ഈ ഒരു ബ്രേക്ക് എടുക്കുന്നത് തന്നെ നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്താനും നിങ്ങളോട് പഴയതിലും മികച്ചതായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് വരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെ അവർ കാണുന്നത് നയൻ ഓഫ് കപ്സ് എനർജി കാണുന്നത് നിങ്ങളുമായിട്ട് ചേർന്നുള്ള ഒരു ജീവിതം അവർക്ക് വളരെ സന്തോഷം, ഇമോഷണലി ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ അവർ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഉടനെ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ മൂല്യങ്ങൾ, നിങ്ങൾ എത്രത്തോളം മൂല്യങ്ങൾ നിറഞ്ഞൊരു വ്യക്തിയാണ്, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം മൂല്യമുണ്ടായിരുന്നു, എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതൊക്കെ മൈൻഡിലേക്ക് വന്ന് നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജി, ലവിങ് എനർജിയിലൊരു റിഫ്രഷ്മെൻറ്റ്, ഒരു പുതുമ, പേജ് ഓഫ് വാൻസ് എന്ന് പറയുന്ന ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വിഷമങ്ങൾ, ആവലാതികളൊക്കെ പറഞ്ഞ് വീണ്ടും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലാതിരിക്കുക. അവരെന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ഉടനെ തന്നെ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വരാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഇവിടെ വരുന്നത്. ജഡ്ജ്മെൻറ്റ് കാർഡിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരു പുതിയ ഒരു റീബർത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ വരും. അവർ നിങ്ങളോട് ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങളോടൊരു സംസാരിക്കുന്നതായിരിക്കും. അതിപ്പോൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിലും അടുത്തടുത്തുള്ള റിലേഷൻഷിപ്പാണെങ്കിലും നിങ്ങളോട് ഉടനെ തന്നെ ആ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ കോൺടാക്റ്റിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഒരു പക്ഷേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവർ സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങളിലേക്ക് അവർ ഉടൻ തന്നെ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് അവർ തിരിച്ചെത്തും. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് അത്രയും പോസിറ്റീവായിട്ട്, അത്രയും ഹാപ്പി ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പെൻഡ് ചെയ്ത ടൈം, നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ, നല്ല മൊമെൻറ്റ്സൊക്കെ അവരിപ്പോൾ അതൊക്കെ ഓർത്ത് കിടക്കുന്നുണ്ട്. അവർ അതൊക്കെ ഓർത്ത് ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ഓർത്തവർ മനസ്സിൽ ആസ്വദിക്കുന്നുണ്ട്.
ആ ഒരു സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, നിങ്ങളുമായി ചേർന്നുള്ള ഒരു ജീവിതമൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓടിച്ചെന്ന് അവരോട് അങ്ങോട്ട് ഇടിച്ച് കയറി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു റഷ് ചെയ്ത് അങ്ങോട്ട് പോകാതിരിക്കുക. കാരണം അവരിപ്പോഴും ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകുന്നു എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ നിങ്ങൾ പോയി സംസാരിക്കുമ്പം പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കുക. അഥവാ പറയുന്നത് അവർ ഉടനെ തന്നെ തിരിച്ചു വരും, നിങ്ങളങ്ങനെ പോകണ്ടെന്നാണ്. അപ്പോൾ ആ വരുമ്പോഴും നിങ്ങൾ വളരെ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് കൂടുതൽ സംസാരിക്കാതെ പുതിയ തുടക്കമായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുക. കാരണം നിങ്ങളിപ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്നാൽ അവരിപ്പോഴും ആ ഒരു എനർജിയിൽ നിന്ന് കംപ്ലീറ്റായിട്ട് വിഡ്രോ ആയിട്ടില്ല. കാരണം അവരിപ്പോഴും പടച്ചട്ട അണിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അവർ വേണമെങ്കിൽ ഇനിയും ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളൊരു വഴക്കിന് റെഡി ആണെന്നല്ല, റെഡിയാകും. ഐ മീൻ കംപ്ലീറ്റായിട്ട് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇനിയും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ഒരു വഴക്കിന് അല്ലെങ്കിൽ വീണ്ടും പെട്ടെന്നൊരു ആർഗ്യുമെൻറ്റ്സിനൊക്കെ വഴി തെളിക്കും. അപ്പോൾ ആ ഒരു കാര്യം ആകാതിരിക്കാനാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങളുടെ സെൽഫ് വർത്ത്, ആ ഒരു സെൽഫ് റെസ്പെക്റ്റോടു കൂടി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുക. നിങ്ങൾ ഈ ഒരു സമയം ഹീൽ ചെയ്യുക, ഈ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഹോപ്പോനോപോനോ അറിയാവുന്നവർക്കാണെങ്കിൽ നിങ്ങൾ രണ്ട് വ്യക്തികളെയും ഓർത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ക്ഷമിക്കുന്നതായിട്ടും ഹോപ്പോനോപോനോ മെഡിറ്റേഷനൊക്കെ ചെയ്യുക. ജസ്റ്റ് 21 ടൈംസൊക്കെ 21 തവണയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് കാണുന്നത്. അതായത് ആ വ്യക്തിയുടെ ഫുൾ ഹാപ്പിനെസ്സും ഫുൾ സാറ്റിസ്ഫാക്ഷനും എല്ലാം നിങ്ങളിൽ തന്നെയാണ് ലഭിക്കുന്നത്. ആ വ്യക്തിയുടെ ഒരു ഗ്രോത്ത് തന്നെ നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടും സ്നേഹവും ഒക്കെയാണ് ആ വ്യക്തിയുടെ വളർച്ചയ്ക്കും ഉയർച്ചയും ഒക്കെ ഉണ്ടാക്കുന്നത്. അവരുടെ ജീവിതത്തിലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ടും സ്നേഹവും കൊണ്ടാണ് എന്നൊക്കെ ആ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ മൂല്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. സോ ആ വ്യക്തിയും നിങ്ങളും ചേർന്നൊരു ഇമോഷണൽ ഹാപ്പിനെസ്, പൂർണ്ണമായൊരു സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിറഞ്ഞൊരു ജീവിതം ആണ് ആ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ളതെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുള്ള ഒരു ജീവിതം ആണ് ആ ഒരു വ്യക്തിയും ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു അടിത്തറയോട് കൂടിയിട്ടുള്ള, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറയോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആ വ്യക്തിയും ഇപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയും ഇപ്പോൾ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ പരസ്പരം ഹീൽ ചെയ്താൽ മാത്രമാണ് ഈ ഒരു ബന്ധത്തിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടിയും ഒരു വലിയൊരു സെലിബ്രേഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. വലിയൊരു ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളെല്ലാവരും ചേർന്ന്, നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ വ്യക്തിയുമായി ഒക്കെ ചേർന്ന് ഏറ്റവും സന്തോഷവും സമ്പൽ സമൃദ്ധിയുമൊക്കെ നിറഞ്ഞ, എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞൊരു ജീവിതം, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റി എല്ലാ ലക്ഷറീസിലൂടെ എല്ലാ സ്വപ്നങ്ങളും ഒക്കെ പൂവണിയുന്ന ഒരു ബന്ധമായിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെ കാണുന്നത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ സ്നേഹപൂർവ്വം ആത്മാർത്ഥതയും ഒക്കെയുള്ള ഈ ഒരു കാർഡ്സിലൊന്നും ഒരു ചീറ്റിംഗ് എനർജി ഒന്നും വന്നിട്ടില്ല. സോ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥ പ്രണയം, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം, പരസ്പര വിശ്വാസം ഒക്കെ നിറഞ്ഞ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, നല്ലൊരു വീട്, പിന്നെ നല്ല ജോലി, കുട്ടികൾ, കുടുംബം, പിന്നെ വേണ്ടുന്ന ലക്ഷറീസ് എല്ലാം, ഇഷ്ടപ്പെട്ട വാഹനം, പിന്നെ ഒരുമിച്ച് യാത്രകൾ പോകുന്നു, ഒരുമിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, പരസ്പരം സപ്പോർട്ടാകുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഈ ഒരു കാർഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. ആ വ്യക്തി സ്വയം ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങൾ തമ്മിലുള്ള സ്പെൻഡ് ചെയ്ത സമയവും നിങ്ങളുടെ വാല്യൂവും ആ ഒരു ബന്ധത്തിലെ നിങ്ങളുടെ മൂല്യവും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളൊരു ടെമ്പറൻസ് എനർജിയുടെ ഒരു
ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളതാണ്. കാരണം നിങ്ങളും സ്വയം ഹീൽ ചെയ്യുക. നിങ്ങൾ അയക്കുന്ന വൈബ്രേഷനാണ്, എനർജിയാണ് തിരികെ നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് എപ്പോഴും ഓർത്ത് വിഷമിച്ച് കരഞ്ഞിരിക്കാതെ നിങ്ങൾ ആ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ ഏത് മതസ്ഥരാണോ, നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബന്ധം നല്ലൊരു പൂർവാധികം ശക്തിയോടെ പഴയതിലും മികച്ചതായിട്ടുള്ള നല്ലൊരു സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ബന്ധത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഹോപ്പോണോപ്പോനോ ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇപ്പോഴും നിരാശപ്പെട്ടിരിക്കേണ്ട സമയമല്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റി വീണ്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻ്റർ ആകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സമയം ഏറ്റവും അടുത്ത് തന്നെ അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ, അവർ നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഇരിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഇതാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷനും ഉള്ള റീഡിങ്ങും ഇതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 333 ദ എംപ്രസ് ഓഫ് ടാരോട്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും പോസിറ്റിവിറ്റിയും ഹാപ്പിനെസ്സും സ്പ്രെഡ് ചെയ്യുക, സെൻഡ് ചെയ്യുക. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് തിരിച്ച് ഇരട്ടിയായി വരുന്നത്. അപ്പോൾ എവിടെയും ഏതൊരു റിലേഷൻഷിപ്പും എന്ത് കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കണം, മികച്ചതാക്കണം എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായിട്ട് എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിലേക്കും അതിൻ്റെ ഇരട്ടിയായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതിന് ലൈക്സും കമൻസും ഒക്കെ തരിക. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്കും സ്നേഹവും സന്തോഷവും ഒക്കെ കൊടുക്കുക. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സന്തോഷവും സമാധാനവും നിറഞ്ഞ സർവ്വവിധ സൗഭാഗ്യങ്ങൾ നിറഞ്ഞൊരു ജീവിതം നിങ്ങൾക്കായി തരട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോടും ഈ പ്രപഞ്ചത്തോടും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്.